മറിയത്തിന്റെ അമലോത്ഭവം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് ലൂർദ് മാതാവിന്റെ തിരുനാൾ. ദൈവമാതാവിന്റെ തീർത്ഥാടനങ്ങളിൽ മുൻനിരകളിലൊന്നാണ് ലൂർദ്. ലൂർദ് മാതാവിനെ കുറിച്ച് പറയുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിശുദ്ധയാണ് വിശുദ്ധ ബെർണദീത്ത. മാതാവിന്റെ ദർശനങ്ങളും സന്ദേശങ്ങളും വെളിപ്പെടുത്താൻ സ്വർഗം അവളെ തെരഞ്ഞെടുത്തുയർത്തി. ഫ്രാൻസിലെ ലൂർദ് എന്ന ഗ്രാമത്തിൽ ഒരു ദരിദ്ര കർഷക കുടുംബത്തിലാണ് ബെർണദീത്ത ജനിച്ചത്. നന്നേ ചെറുപ്പത്തിലെ കോളറ ബാധിക്കുകയും പിന്നീട് ആസ്മ രോഗത്താലും രോഗിണിയായി തീർന്ന അവൾക്ക് ശരിയായ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല. 1858 ഫെബ്രുവരി 11 ലൂർദ് മാതാവിന്റെ ദർശനങ്ങളുടെ ആരംഭം. അന്ന് ബെർണദീത്തയും അനുജത്തി ടാനറ്റും കൂട്ടുകാരിയും ഒന്നിച്ച് വിറക് ശേഖരിക്കുന്നതിന് മസബിയൽ വനത്തിലേക്ക് പോയി. മാർഗമധ്യേ ഉണ്ടായിരുന്ന കൊച്ചരുവി കടക്കാൻ രോഗിയായിരുന്ന അവൾക്ക് സാധിക്കുമായിരുന്നില്ല. അവൾ ഇക്കരെ തന്നെ ഇരുന്നു. പെട്ടെന്ന് ഒരു കാറ്റ് വീശി ചില വൃക്ഷക്കൊമ്പുകൾ അടുത്തുള്ള ഗ്രോട്ടോയിലേക്ക് അവളെ മാടി വിളിക്കുന്നത് പോലെ തോന്നി. കണ്ണഞ്ചിക്കുന്ന വെള്ളവസ്ത്രവും നീല അരപ്പട്ടയും തത്തുല്യമായ ശിരോവസ്ത്രവും സ്വർണ്ണ ജപമാലയും കയ്യിലേന്തി ഒരു കന്യക അവിടെ നിൽക്കുന്നത് അവൾ ദർശനം കണ്ടു. സ്വർണ്ണ ദീപ്തിയോട് കൂടിയ പ്രകാശം ആ കന്യകയുടെ പാദത്തിൽ തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു. അതാരാണെന്നറിയാൻ അവൾ പേര് ചോദിച്ചുവെങ്കിലും പറഞ്ഞില്ല. ജപമാല ചൊല്ലാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അവരൊരുമിച്ച് ചൊല്ലിയെങ്കിലും പരിശുദ്ധ കന്യക ത്രിത്വസ്തുതി മാത്രമേ ചൊല്ലിയുള്ളൂ. ജപമാലയ്ക്ക് ശേഷം അവളെ നോക്കി പുഞ്ചിരിച്ച് മെല്ലെ തലയൊന്നു കുനിച്ച് ആ കന്യക അപ്രത്യക്ഷമായി. അങ്ങനെ അവിടെ അന്നു മുതൽ, അതായത് ഫെബ്രുവരി 11 ജൂലൈ 16 വരെ പരിശുദ്ധ കന്യകയുടെ 18 ദർശനങ്ങൾ ഉണ്ടായി. രണ്ടാമത്തെ ദർശനത്തിൽ അവർ ജപമാല ചൊല്ലി തുടങ്ങിയപ്പോൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് അവരുടെ മേൽ ശുദ്ധജലം തളിച്ചു. ദർശനത്തിന്റെ 3-ാം നാൾ അവൾ ഒരു പേപ്പറും പേനയും കൊടുത്തിട്ട് കന്യകയുടെ പേരെഴുതാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അത് ആവശ്യമില്ലെന്നും ഈ ലോകത്തിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല, മറിച്ച് അടുത്ത ജീവിതത്തിൽ അത് ഉറപ്പു നൽകുകയും 2 ആഴ്ചക്കാലം ഇവിടെ വരാൻ ദയ കാണിക്കണമെന്നും ദൈവമാതാവ് ആവശ്യപ്പെട്ടു. ഈ സംഭവങ്ങളെല്ലാം മാതാപിതാക്കളെ അറിയിച്ചെങ്കിലും അവർ വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, ഇനി അവിടെ പോകരുതെന്ന് കർശനമായി വിലക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ അവൾ അവരെ നിർബന്ധിക്കുകയും കേണപേക്ഷിക്കുകയും ചെയ്തു. ഒടുവിൽ അവർ അവളെ പോകാൻ അനുവദിച്ചു. പിന്നീടുള്ള ദർശനങ്ങളിൽ 80, 100, 1000-ൽ പരം ആളുകളും തടിച്ചുകൂടാൻ തുടങ്ങി. പരിശുദ്ധ അമ്മയുടെ 8ാമത്തെ ദർശനത്തിൽ അവളോട് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ലൂർദിലെ അത്ഭുത ഉറവയുടെ ഉത്ഭവം 9ാം ദർശനത്തിലായിരുന്നു. അമ്മ ബെർണദീത്തയോട് പറഞ്ഞു, നീ ആ ഉറവയിൽ നിന്ന് കുടിക്കുക, ദേഹം കഴുകുക, അവിടെ കാണുന്ന സസ്യങ്ങൾ കഴിക്കുക. ഈ പറഞ്ഞതൊന്നും അവിടെ കാണാത്തതിനാൽ അവൾ അടുത്തുള്ള ഗേവു നദിയിലേക്ക് തിരിച്ചു. ഉടനെ പരിശുദ്ധ അമ്മ അവളെ വിളിച്ച് സ്ഥലം ചൂണ്ടിക്കാണിച്ചു. അവിടെയും ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾ ആ സ്ഥലത്ത് ഒന്ന് ഇളക്കി നോക്കി. അത്ഭുതമെന്ന് പറയട്ടെ, ഉടനെ അവിടെ നിന്നും ഒരരുവി പുറപ്പെട്ടു. ആ ചെളിവെള്ളം അവൾ കോരിക്കുടിച്ചു, സസ്യങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു. 4 ദിവസം കഴിഞ്ഞ് ഒരു കല്ലുവെട്ടുകാരൻ അവിടെ വരികയും ആ വെള്ളത്തിൽ കണ്ണ് കഴുകുകയും ചെയ്തപ്പോൾ കാഴ്ചയില്ലാതിരുന്ന കണ്ണിന് കാഴ്ച ലഭിച്ചു. അതിനുശേഷം ഇന്നും ആ ഉറവയിൽ നിന്നും ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നു.
ഈ അത്ഭുത ഉറവയിൽ കുളിക്കുകയും ജലം കുടിക്കുകയും ചെയ്യുന്നവർക്ക് അനേകം രോഗശാന്തിയും അത്ഭുതങ്ങളും മാനസാന്തരവും സംഭവിക്കുന്നു. 16-ാം ദർശനത്തിൽ, അതായത് മാർച്ച് 25 മംഗളവാർത്ത തിരുനാളിൻ്റെ അന്ന് പരിശുദ്ധ കന്യകയുടെ പേര് വെളിപ്പെടുത്തി. 1854 9-ാം പിയൂസ് പാപ്പ മറിയം അമലോത്ഭവയാണ് എന്ന് പ്രഖ്യാപിച്ചതിൽ പരിശുദ്ധ അമ്മയുടെ ഒരു അംഗീകാരം കൂടിയായിരുന്നു അത്. ഞാൻ അമലോത്ഭവയാണ് എന്ന് അമ്മ വെളിപ്പെടുത്തി. ഇവിടെ ഒരു ചാപ്പൽ പണിയണമെന്നും ഘോഷയാത്ര രൂപീകരിക്കണമെന്നും അറിയിച്ചു. എന്നാൽ ഈ വെളിപ്പെടുത്തലുകളൊന്നും അവളുടെ മാതാപിതാക്കളോ നാട്ടുകാരോ അധികാരികളോ വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തില്ല. മാത്രമല്ല, അവൾക്ക് മാനസിക രോഗമാണെന്ന് മുദ്രകുത്തുകയും ചെയ്തു. എന്നാൽ വർഷങ്ങൾക്കു ശേഷം പള്ളി അധികാരികളും സർക്കാരും മറ്റും ബർണദീത്തയുമായി അഭിമുഖം നടത്തി വെളിപ്പെടുത്തലുകൾ സത്യമാണെന്ന് സ്ഥിരീകരിച്ചു. രോഗികളെ സുഖപ്പെടുത്തുന്നത് അവരുടെ വിശ്വാസവും പ്രാർത്ഥനയുമാണെന്നും മെഡിക്കൽ സംഘം കണ്ടെത്തി. ലൂർദിൽ മസബിയേലിൽ മാതാവിൻ്റെ സന്ദേശങ്ങളും ദർശനങ്ങളും നടന്ന ഗ്രോട്ടോയുടെ ഒരു വശത്തായി അമ്മ അടയാളമായി നൽകിയ ഒരു കാട്ടുറോസ് മുൾപ്പടർപ്പ് അതേപടി നിലനിർത്തിക്കൊണ്ട് ഒരു ചാപ്പൽ വളരെ ലളിതവും വ്യത്യസ്തവുമായി നിർമ്മിച്ചിരിക്കുന്നു. അവിടെ ദിവ്യബലിക്കായി ഒരു ഒറ്റക്കൽ ബലിപീഠവും പ്രഭാഷണ പീഠവും സ്ഥാപിച്ചിരിക്കുന്നു. അതിനോട് ചേർന്ന് കാണുന്ന വലിയ മെഴുകുതിരിക്കല്ലിൽ തീർത്ഥാടകരുടെ നിയോഗങ്ങൾ എഴുതിയ മെഴുകുതിരികൾ അണയാതെ വർഷം മുഴുവനും കത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ദിവസം തോറുമുള്ള ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ജപമാല പ്രദക്ഷിണവും കുരിശിന്റെ വഴിയും ഏറെ പ്രസിദ്ധിയാർജിച്ചിരിക്കുന്നു. അനേകായിരം തീർത്ഥാടകർ വന്നു പോയിരിക്കുന്ന ആ തീർത്ഥാടന കേന്ദ്രത്തിൽ ആത്മന നമുക്കും പങ്കുചേരാം. ആ ഭക്തജനങ്ങളോടൊപ്പം നമുക്കും പാടാം